അഡിസ് അബാബയിലെ യോദ് അബിസീനിയ എന്ന സാംസ്കാരിക കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഞാൻ. പാരമ്പര്യ വേഷം ധരിച്ച കലാകാരികൾ, കലാകാരന്മാർ, അവരുടെയെല്ലാം നായകനെ പോലെ ഒരാളുണ്ട്. നിക്കറും ചുവന്ന ടീഷർട്ടും തലപ്പാവും ധരിച്ച് ഊർജ്ജസ്വലനായ ഒരാൾ. തനത് ഗാനങ്ങൾ, തനത് നൃത്തം. ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് സായിപ്പ് പോപ്പ് മ്യൂസിക് എന്നൊരു ശൈലിക്ക് തുടക്കമിട്ടത്. ചടുല നൃത്തങ്ങളിലൂടെ ജനത്തെ ത്രസിപ്പിക്കാമെന്ന കണ്ടെത്തൽ തന്നെയായിരുന്നു അത്. സദസ്സിൽ നിന്ന് ചിലർ വേദിയിലെത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമസ്കരിച്ച് നർത്തകി പിന്മാറുന്നു. വീണ്ടും നായകന്റെ ഊഴമായി. മറ്റേതാനും പേർ കൂടി കയറി വന്നു. ഒരു സ്ത്രീ കുഞ്ഞിനെ കൊണ്ട് നർത്തകന് പണം കൊടുപ്പിക്കുന്നു. കൂടുതൽ ആളുകൾ സ്റ്റേജിലേക്ക് കയറി വന്ന് പെർഫോം ചെയ്തു തുടങ്ങി. വിദേശികളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന എത്യോപ്യൻ വംശജരും അഡിസ് അബാബയിലെ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെയാണ് പ്രധാനമായും ഇവിടെ വരിക. ഒരു നൃത്തം കൂടി കഴിഞ്ഞു. ഹാളിൽ ജനം നിറഞ്ഞിരിക്കുകയാണ്. പിൻഭാഗത്ത് ഒരു വിവാഹ സംഘം. സ്വീഡിഷ് വധുവും എത്യോപ്യൻ വരനും അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന വലിയൊരു സംഘമാണത്. വിവാഹ സംഘത്തിനുള്ള ഭക്ഷണവുമായി പരിചാരികമാർ നീങ്ങുന്നു. തിപ്സ് എന്ന ഇറച്ചി വിഭവവും ഇഞ്ചിറ എന്ന തെഫ് ദോശയും മറ്റുമാണ് കൊണ്ടുപോകുന്നത്. ഭക്ഷണവും കലയും അല്പം ലഹരിയും മേളിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് യോദ് അബിസീനിയ. വിവാഹ പാർട്ടിയിൽ സ്വീഡനിൽ നിന്നെത്തിയ വധുവിന്റെ ആളുകൾക്ക് ഇതെല്ലാം കൗതുകമാണ്. വിവാഹം ഇങ്ങനെ ഒരു പൊതു കേന്ദ്രത്തിൽ വെച്ച് മറ്റാളുകൾക്കൊപ്പം ആഘോഷിക്കുക എന്നത് നല്ലൊരാശയമാണ്. ആളുകൾ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് കൃത്യസമയത്ത് വരികയും പോവുകയുമല്ല. ചില സംഘങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർ ഭക്ഷണവും കലാപരിപാടി ആസ്വദിക്കലും അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്യും. വേദിയിൽ അടുത്ത നൃത്തം തുടങ്ങി. സദസ്സിലുള്ള വിദേശികളും സ്വദേശികളുമൊക്കെ ആഘോഷത്തിമിർപ്പിൽ പങ്കുചേരുന്നു. എല്ലാവരെയും ഇളക്കിമറിക്കുന്ന മട്ടിലുള്ളതാണ് നൃത്തം. അതിനിടെ ഒരാൾ വേദിയിലേക്ക് കയറി ചെന്നു. എത്യോപ്യക്കാരൻ തന്നെയാണ്. നൃത്തക്കാരിയുടെ എനർജി അപാരമാണ്.
അതിനോടൊപ്പം എത്താൻ അയാൾ ഏറെ ശ്രമപ്പെടുന്നുണ്ട്. പല രാജ്യക്കാരുണ്ട് സദസ്സിൽ. ജപ്പാൻകാരുടെ ഒരു സംഘവും അതിൽ ഉൾപ്പെടുന്നു. ആ സംഘത്തിലെ ഒരാൾക്ക് നൃത്തം ചെയ്താലോ എന്നൊരു തോന്നലായി. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി ചെന്നു. ജാപ്പനീസ് ശൈലിയിൽ വളരെ സ്ലോയായി തൊഴുതു വണങ്ങുന്നു. അതൊന്ന് പഠിപ്പിച്ചു തരണമെന്ന മട്ടിലാണ് ചലനങ്ങൾ. സ്റ്റേജിൽ കയറി അറിയാത്ത നൃത്തം ചെയ്യാൻ മടിയൊന്നുമില്ല. നമ്മൾ മലയാളികളാണെങ്കിൽ കമന്റുകൾ പാസാക്കി ഒരു മൂലയിൽ ഇരിക്കുകയേയുള്ളൂ. ധാരാളം ജപ്പാൻകാർ വരാറുണ്ട് അഡിസ് അബാബയിൽ. ചൈനയും ജപ്പാനുമൊക്കെയാണ് എത്യോപ്യയ്ക്ക് സാമ്പത്തിക പിന്തുണയും സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുന്ന പ്രധാന രാജ്യങ്ങൾ. ജപ്പാൻകാരന്റെ ഊഴം കഴിഞ്ഞു. തൊഴുതു വണങ്ങി വേദിയിൽ നിന്നുമിറങ്ങി അയാൾ തന്റെ സംഘത്തോടൊപ്പം ചേർന്നു. സ്റ്റേജിലാവട്ടെ ചടുല നൃത്തം തുടരുകയാണ്. ആ നൃത്തവും അവസാനിച്ചു. ആളുകൾ അടുത്തതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെല്ലാം ആഘോഷത്തിമ്പ്രപ്പിലാണ്. അടുത്ത നൃത്തത്തിനുള്ള ആളുകൾ വടിയും മറ്റൊരു വേഷവുമായി കയറി വന്നു. സ്ത്രീകളുടെയും കോസ്റ്റ്യൂംസ് മാറിയിരിക്കുന്നു. പ്രണയികളുടെ ചുവടുകളും ഭാവങ്ങളുമാണ് ഇത്തരം നൃത്തങ്ങളിൽ കൂടുതലായും കാണുന്നത്. അതിൽ ഇടയ്ക്കിടെ പ്രണയചേഷ്ടകൾ കടന്നുവരും. ഒരു പെൺകുട്ടിയുടെ സോളോ പെർഫോമൻസ് ആണ് നടക്കുന്നത്. അസാമാന്യ മെയ്വഴക്കവും ഊർജവുമാണ് നൃത്തത്തിലൂടെ പ്രകടമാവുന്നത്. ഇപ്പോൾ നർത്തകിക്ക് ഒരു ഇണ കൂടിയെത്തിയിരിക്കുന്നു. അയാളും തഴക്കമുള്ളൊരു നർത്തകനാണ്. അംഹാറിക് ഭാഷയിലുള്ളതാണ് ഇവരുടെ പാട്ടുകളിൽ ഏറെയും.
എത്ര നേരം നൃത്തം ചെയ്താലും ഈ നർത്തകിയൊന്നും ക്ഷീണിതയാവുന്നില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നർത്തകി പിൻവാങ്ങി. നർത്തകനാവട്ടെ കയ്യിൽ ഒരു വടിയുമായി നൃത്തം തുടർന്നു. ഇടയ്ക്ക് തനത് ഗോത്രശൈലി പുറത്തുവരും. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സദസ്സിലുണ്ടായിരുന്ന വിവാഹ സംഘത്തിന് നൃത്തം ചെയ്യാനുള്ള അവസരമായി. എത്യോപ്യൻ പാരമ്പര്യ വേഷമണിഞ്ഞ സ്വീഡിഷ് പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറി. എത്യോപ്യൻ ശൈലിയിൽ തന്നെയാണ് അവരുടെ കേശാലങ്കാരം. പാതിരാവായിരിക്കുന്നു. ജയകാന്തും ഞാനും മടങ്ങിയാലോ എന്ന ആലോചനയിലായി. ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ വിവാഹസംഘം ഇവിടെ തന്നെയുണ്ട്. ഇതെല്ലാം വിവാഹസംഘത്തിലെ സ്വീഡിഷ് പെൺകുട്ടികളാണ്. അവർ എത്യോപ്യൻ പാരമ്പര്യ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കാണാനൊരു രസമുണ്ട്. ഇതാണ് യോദ് അബിസീനിയ കൾച്ചറൽ സെന്ററിന്റെ മുൻഭാഗം. പല റെസ്റ്റോറന്റുകളും ബാറുകളുമുണ്ട് ഇവിടെ. വലിയൊരു കേന്ദ്രമാണ്. ജയകാന്ത്, സതീഷ്, പ്രദീപ്, ഈ 3 സുഹൃത്തുക്കളുമൊത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടങ്ങി. ഇനി പ്രദീപിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അഡിസ് അബാബ എയർപോർട്ടിന്റെ റൺവേയുടെ തെല്ല് സമീപമാണ് വീട്. ഹോട്ടലിൽ മുറിയെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുവശത്തും കനത്ത മതിലുകളുള്ള ഇടവഴികളുണ്ട്. കല്ല് വിരിച്ച പാതയാണ്. പൊടിമണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ കല്ല് വിരിച്ചതിന്റെ സൗന്ദര്യം പ്രകടമാവുന്നില്ല. സമ്പന്നർ വസിക്കുന്ന ഒരു പ്രദേശമാണിവിടം. ഇവിടുത്തെ ഒരു ഫ്ളാറ്റിലാണ് പ്രദീപ് താമസിക്കുന്നത്. അതിലേക്ക് കയറി ചെന്നു. ബാച്ചിലർമാരുടെ ഒരു താവളമാണ് പ്രദീപിന്റെ ഫ്ളാറ്റ്. ഇതാണ് എനിക്ക് മാറ്റിവെച്ചിരിക്കുന്ന മുറി. പുലർച്ചെ 1 മണിയായിരിക്കുന്നു. സുഹൃത്തുക്കൾ വിട പറഞ്ഞു. രാവിലെ യാത്ര പുറപ്പെടാനുള്ളതാണ്. അതിനാൽ വേഗം ഉറങ്ങിക്കൊള്ളാൻ അവർ നിർദ്ദേശിച്ചു. പിറ്റേന്ന് അതിരാവിലെ ഉണർന്നു. ബാൽക്കണിയിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. പുതിയൊരാൾ കൂടിയുണ്ട് ഇന്ന്. ഡോക്ടർ അജിൻ. പ്രദീപും സതീഷുമാണ് ഈ ഇരിക്കുന്നത്. എല്ലാവരും ജയകാന്തിന്റെ സുഹൃത്തുക്കൾ തന്നെ. ജയകാന്ത് ഇന്ന് ജോലി സംബന്ധമായ എന്തോ തിരക്കിലാണ്. എന്റെ കൂടെ കാഴ്ചകളിലേക്ക് വരാനുള്ള ചുമതല ഡോക്ടർ അജിനെ ഏൽപ്പിച്ചു. ജയകാന്തിന്റെ കാറും ഡ്രൈവറെയും എനിക്കായി വിട്ടുതരികയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. 7:30 ആയിട്ടേ ഉള്ളൂ. യാത്ര പുറപ്പെടുകയാണ്. ജയകാന്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഡ്രൈവർക്കും ഡോക്ടർ അജിനും നൽകി. ഇത് അഡിസു, ജയകാന്തിന്റെ ഡ്രൈവറാണ്. ഞങ്ങൾ യാത്ര തുടങ്ങി. വരണ്ട മണ്ണും പൊടിമണ്ണ് നിറഞ്ഞ പാതയോരങ്ങളുമൊക്കെയാണ്. എങ്കിലും ജിബൂട്ടിയേക്കാൾ കൂടുതൽ പച്ചപ്പുണ്ട്. നമ്മുടെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളുടെ സ്വഭാവമുള്ള പ്രകൃതി. അഡിസ് അബാബ ആധുനിക നഗരമാണെങ്കിലും നഗരപ്രാന്തങ്ങൾ അത്ര സുന്ദരമല്ല. ഗ്രാമങ്ങളിലും ദാരിദ്ര്യവും മറ്റു പ്രതിസന്ധികളുമെല്ലാമുണ്ട്. അഡിസ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സെന്ററാണ് മുന്നിൽ കാണുന്നത്. ധാരാളം ആളുകൾ രാവിലെ ജോലിക്ക് പോകാനായി കാത്തുനിൽക്കുന്നു. ബജാജ് ഓട്ടോറിക്ഷകൾ ഇന്ത്യൻ സാന്നിധ്യമായി ഇവിടെയുണ്ട്. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, കാഡിസ്കോ ജനറൽ ഹോസ്പിറ്റൽ. അഡിസ് അബാബയുടെ പഴയ നഗരഭാഗത്ത് ഇപ്പോഴും തകരം മേഞ്ഞ കെട്ടിടങ്ങളും
ചേരിപ്പുരകളുമെല്ലാം ധാരാളമുണ്ട്. എന്നാൽ നഗരത്തിനു പുറത്തുള്ള ഭാഗങ്ങൾ വളരെ ആസൂത്രിതമായി ചൈനയുടെയും ജപ്പാന്റെയും എല്ലാം സഹായത്തോടെ മോസ്റ്റ് മോഡേൺ സിറ്റിയായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നഗരഭാഗത്ത് തിരക്കുകളും പൊടിയും വൃത്തിയില്ലായ്മയും ഒക്കെയുണ്ട്. ഇവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ തോതിൽ ആസൂത്രിതമല്ല. എന്നാൽ നഗരപ്രാന്തത്തിലേക്കെത്തുമ്പോൾ കാഴ്ച വ്യത്യസ്തമാകുന്നു. പാതയുടെ ഇരുവശത്തുമാകട്ടെ യൂറോപ്പിലേതുപോലെ കുന്നുകളിലും താഴ്വരകളിലും പടർന്നു കിടക്കുന്ന പുൽമേടുകളും കൃഷിയിടങ്ങളും. എത്തിയോ ഐസിറ്റി എന്ന IT പാർക്കാണിത്. അത് പിന്നിടുമ്പോൾ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളാവുന്നു കാഴ്ച. കൊയ്ത്തു കഴിഞ്ഞ പാടമുണ്ട്, കൊയ്ത്തിന് പാകമായി വിളഞ്ഞു നിൽക്കുന്നതുണ്ട്. ഹൈവേയുടെ 2 വരി വളരെ അകലെ കൂടി കടന്നു പോകുന്നത് കാണാം. എത്ര ധാരാളിത്തത്തോടെയാണ് ഹൈവേ പണിതിരിക്കുന്നതെന്നോർക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും. മനോഹരവും ആസൂത്രിതവുമായ പാതകളാണ്. ചൈനയാണ് എത്യോപ്യയിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ മുന്നിലുള്ളത്. ലോക നിലവാരത്തിലാണ് എത്യോപ്യയിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നത്. വൺ വേ ആണിത്. കുറെ അകലെ കൂടിയാണ് എതിർദിശയിലേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗം. വലിയൊരു ഭാഗം മീഡിയനായി ഇട്ടിരിക്കുകയാണ്. പിന്നീട് ആവശ്യമെങ്കിൽ വീതി കൂട്ടാനോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കാനോ വേണ്ടിയാണ് മീഡിയൻ ഈ വിധം വിസ്തൃതമാക്കിയിടുന്നത്. നഗരത്തിന്റെ റിംഗ് റോഡുകൾ എന്ന് പുതിയ ഈ പാതകളെ വിശേഷിപ്പിക്കാം. അതിന്റെ ഓരങ്ങളിൽ പുതിയ ജനവാസ കേന്ദ്രങ്ങൾ ഉയർന്നിരിക്കുന്നു. ആധുനികമായ ചില ടൗൺഷിപ്പുകൾ തന്നെ ഇവിടെയെല്ലാം രൂപപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് പാതയോരത്തെ മറ്റൊരു കാഴ്ച. IPDC അഥവാ ഇൻഡസ്ട്രിയൽ പാർക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന പേരിൽ എത്യോപ്യയിൽ ഒരു സ്ഥാപനമുണ്ട്. അവരുടെ ഒരു വ്യവസായ പാർക്കാണിത്. ആയിരക്കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യവസായ കേന്ദ്രം. അതിനടുത്തായി ആധുനികമായ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുമുണ്ട്. എത്യോപ്യ നമ്മൾ കരുതുന്നത് പോലെയല്ല. അതിവേഗം വികസിതമായിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണിത്. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ അടിസ്ഥാന വികസന രംഗത്തും വ്യാവസായിക രംഗത്തും വൻ കുതിപ്പാണ് എത്യോപ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് പട്ടണങ്ങളിലെ ആളുകളുടെ ജീവിത നിലവാരവും ഉയരുന്നുണ്ട്. എന്നാൽ എത്യോപ്യയുടെ മറ്റു ഭാഗങ്ങൾ മിക്കതും അവികസിതമായി തുടരുകയാണെന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ തവണത്തെ സഞ്ചാരത്തിൽ ഞാൻ കണ്ടറിഞ്ഞതാണ്. വികസനം തലസ്ഥാനമായ അഡിസ് അബാബയിലും മറ്റേതാനും പട്ടണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇവിടെ പുതിയ ടൗൺഷിപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അഡിസ് അദാമ എക്സ്പ്രസ് ഹൈവേ ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അതിലേക്കുള്ള ഇന്റർചേഞ്ചാണ് ഈ ഭാഗം. ഞങ്ങളും ആ എക്സ്പ്രസ് വേയിലേക്ക് കയറുകയാണ്. ടുളു ഡിംതു മെയിൻ ടോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ടോൾ പ്ലാസ കഴിഞ്ഞാൽ ഇനി എക്സ്പ്രസ് വേയിലേക്ക് കയറുകയാണ്. അബിദ് ജാത്ത ഷാല നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഡ്രൈവർ അഡിസു ടോൾ നൽകി. സുന്ദരമായ ഹൈവേയിലൂടെ എത്യോപ്യയുടെ വ്യത്യസ്തമായ ഒരു ഭൂഭാഗത്തുകൂടി ഞങ്ങൾ യാത്ര തുടർന്നു.